എല്ലാവർക്കും നമസ്കാരം. തനതിടം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടെറസിലെ ചീര കൃഷിയും ഒരു വിളവെടുപ്പുമാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൃഷി ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. അധികം പരിചരണം കൂടാതെ തന്നെ നട്ടുവളർത്താൻ പറ്റുന്ന ഒരു വിളയാണ് ചീര. വിത്ത് പാകി മുളപ്പിച്ച് പറിച്ചു നട്ടും തടത്തിൽ നേരിട്ട് പാകിയും നമുക്ക് ചീര വളർത്താനാവുന്നതാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്നതാണ് ചീര. തൈ പറിച്ചു നട്ട് ഒരു 15-20 ദിവസം ആകുമ്പോഴേക്കും വിളവെടുക്കാറാകും. നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വേണം ചീര നടാൻ. ചകിരി കമ്പോസ്റ്റും ചാണകപ്പൊടിയും ചേർത്ത പോട്ടി മിശ്രിതമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ചാരവും കുറച്ച് തേയിലച്ചണ്ടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പ്രാവശ്യം കടലപ്പിണ്ണാക്കും പച്ചച്ചാണകവും പുളിപ്പിച്ച് നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഞാൻ ഈ ചീരയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വളം. 2 രീതിയിൽ ഞാനിവിടെ ചീര നട്ടിട്ടുണ്ട്. ഈ ഗ്രോ ബാഗുകളിലേക്ക് ചീര മാത്രമായി നടുന്നത് കൂടാതെ ചെടിയുടെ കൂടെയും ചീര നട്ടു കൊടുക്കാറുണ്ട്. 2 ആഴ്ച കൊണ്ട് നമുക്ക് ഈ ചീര പിഴുതെടുക്കാറാവും. അതിനുശേഷം വെണ്ടയായാലും തക്കാളി ആയാലും വഴുതനയായാലും വളം ചേർത്ത് മണ്ണ് കയറ്റി കൊടുക്കാവുന്നതാണ്. ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ചീരകളൊക്കെ നമുക്ക് 2 ആഴ്ച കൊണ്ട് പിഴുതെടുക്കാം. അതിനുശേഷം ഈ ചെടികൾക്കൊക്കെ വളമിട്ട് മണ്ണ് കൂട്ടി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എല്ലാ സമയത്തും ചീര കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ നട്ടിട്ടുള്ള ചീരയാണ് ഇതൊക്കെ. ഇതിൽ പലതും തനിയെ കിളിച്ച് വന്നിട്ടുള്ളതും ഉണ്ട്. ഈ കാണുന്ന പാൽച്ചീര മാത്രമാണ് ഞാൻ പാകി നട്ടിട്ടുള്ളത്. ബാക്കിയെല്ലാം തനിയെ മുളച്ചതാണ്. ഇതുകൂടാതെ പലതരം ചീരകൾ നിലത്തും നട്ടിട്ടുണ്ട്. വിവിധ തരം ചീരയുടെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. മഞ്ഞുകാലത്തും മഴക്കാലത്തും ചീരയിൽ വ്യാപകമായി കണ്ടുവരാറുള്ള ഒരു രോഗമാണ് ഇലപ്പുള്ളി രോഗം. ഇലയിൽ വെള്ള നിറത്തോടെയുള്ള പൊട്ടുകൾ ഉണ്ടാകുന്നതാണ് ആദ്യ ലക്ഷണം. ഈ രോഗം വരാതിരിക്കുന്നതിനായി നടുന്ന സമയത്ത് വിത്ത് സുഡോമോണസുമായി കൂട്ടിക്കലർത്തി നട്ടുകൊടുക്കുക. രോഗപ്രതിരോധത്തിനുള്ള മറ്റൊരു മാർഗമാണ് പച്ചയും ചുവപ്പും ചീരകൾ ഇടകലർത്തി നടുന്നത്. കൂടാതെ 20 ഗ്രാം സുഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 10 ദിവസം ഇടവിട്ട് തളിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. പുഴുവിൻ്റെ ആക്രമണം കണ്ടാൽ മഞ്ഞൾപ്പൊടി, സോഡാപ്പൊടി, അപ്പക്കാരം, സോഡാപ്പൊടി എന്ന് പറയുന്നത് അപ്പക്കാരം, പാൽക്കായം എന്നിവ വെള്ളത്തിൽ ചേർത്ത് ഇലകളിൽ തളിച്ചു കൊടുക്കാം. ഈ ജനുവരി മാസത്തിൽ ചീര നട്ടാൽ നല്ല വിളവ് കിട്ടുന്ന സമയമാണ്. ഇതുവരെ നട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നട്ടോളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.